ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ ദൈവജനമായി നിൽക്കുവാൻ തക്കവണ്ണം വലുവനായ ദൈവം ഒരുക്കിയ വലിയേറിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വലുവനായ ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെയും ദൈവം നമ്മെ ഇടയാക്കി. അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു അല്പമായ ചിന്ത പങ്കുവയ്ക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. R.C. Sproul എന്ന് പറയുന്ന ഒരു ദേവദാസൻ അത് ഇപ്രകാരമാണ് പറഞ്ഞത്: നോട്ട് അൺടിൽ വി ടേക്ക് ഗോഡ് സീരിയസ്ലി വിൽ വി എവർ ടേക്ക് സിൻ സീരിയസ്ലി. ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, നോട്ട് അൺടിൽ വി ടേക്ക് ഗോഡ് സീരിയസ്ലി വിൽ വി എവർ ടേക്ക് സിൻ സീരിയസ്ലി. R.C. Sproul എന്ന് പറയുന്ന ദാസൻ അത് പറഞ്ഞൊരു കാര്യം, നാം ദൈവത്തെ ഗൗരവപൂർവം എപ്പോഴാണ് കാണുന്നത്, അപ്പോഴാണ് നാം പാപത്തെ വളരെ ഗൗരവപൂർവ്വം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ചിന്തിപ്പിക്കുവാനായിട്ട് എന്നെ ഇടയാക്കി തീർത്തു. നാം എപ്പോഴാണോ ദൈവത്തെക്കുറിച്ച് നാം യഥാർത്ഥമായി മനസ്സിലാക്കുന്നത്, അപ്പോൾ മാത്രമേ പാപത്തെക്കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള ആ ജ്ഞാനം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ആ പരിജ്ഞാനം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളത്. അല്പമായ ചിന്തയ്ക്ക് ആധാരമായിട്ട് 139 സങ്കീർത്തനത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തിരിക്കൊണ്ട് ആഗ്രഹിക്കുന്നു. 139 സങ്കീർത്തനം വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം എന്ന് പറയുന്നത്. ആ സങ്കീർത്തനത്തിൽ ഉടനീളം നാം വായിക്കുമ്പോൾ ദാവീദ് ദൈവം ആരാകുന്നു എന്നുള്ള വിലയേറിയ ആ മനസ്സിലാക്കലിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എൻ്റെ ദൈവം ആരാണ് എന്നുള്ള വിലയേറിയ ആ ഒരു ചിന്തയെ ദാവീദ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കാണുന്നു. Psalm 139 ആ സങ്കീർത്തനത്തിൽ ഉടനീളം നാം വായിക്കുമ്പോൾ ദാവീദിന് കിട്ടിയതായ ആ ചിന്ത താൻ പങ്കുവയ്ക്കുന്നതായിട്ട് കാണുന്നു. 4 കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് തൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ദൈവം എന്നെ കൃത്യമായി അറിയുന്നവനാണ് എന്ന് ദാവീദ് ഇവിടെ ഓർപ്പിക്കുന്നു. ഗോഡ് നോസ് മീ, അല്ലെങ്കിൽ ഗോഡ് നോസ് മീ ഇൻറ്റിമേറ്റ്ലി, ഓർ ഹി നോസ് മീ വെരി വെൽ. അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരമാണ്, നമുക്കത് വായിക്കാം. 139 സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 2-ാം വാക്യം വായിക്കുന്നു: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ദാവീദ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, എൻ്റെ എല്ലാ കാര്യങ്ങളെയും എന്നെ നന്നായിട്ട് അറിയുന്നവനാണ് എൻ്റെ ദൈവം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ദാവീദ് മനസ്സിലാക്കുന്നത്, എന്നെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ ചിന്തയിൽ വരുന്നതും ഞാൻ പറയുന്നതായ കാര്യങ്ങളെ എല്ലാം മുൻകൂട്ടി അറിയുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദാവീദിന് ഇവിടെ ലഭിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ദൈവം ആരാണ്, സകലവും അറിയുന്നവനാണ്, ഹീസ് എ ഒംനീഷ്യന്റ് ഗോഡ് എന്ന് ദാവീദ് ഇവിടെ ഓർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ, ഓ ലോർഡ്, യു ഹാവ് സെർച്ച്ഡ് മീ ആൻഡ് നോൺ മീ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ഈ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയം ഏത് നിലയിലാണ് ഉള്ളത്? കാരണം എൻ്റെ ദൈവം, അല്ലെങ്കിൽ വലുവനായ ഒരു ദൈവം എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ അന്വേഷിച്ചു നോക്കുന്നു, എൻ്റെ ഹൃദയം എപ്രകാരം ഉള്ളതാണ് എന്നുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവ് നമുക്കുണ്ടായിരിക്കണം. കാരണം എൻ്റെ ദൈവം ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നുവോ, എന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ, എന്തൊക്കെ പറയുന്നുവോ, ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അറിയുന്നവനാണ് എൻ്റെ ദൈവം. അപ്പോൾ ദാവീദ് ഇവിടെ പറയുന്നു, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഗോഡ് നോസ് മീ ഇൻറ്റിമേറ്റ്ലി. എന്നെ നന്നായി അറിയുന്നവനാണ് എൻ്റെ ദൈവം. 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എനിക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം ഒരിക്കലും സാധിക്കില്ല. കാരണം നിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. നമ്മുടെ ചിന്തയും അപ്രകാരമുള്ളതായിരിക്കണം. ഞാനിപ്പം ഒറ്റയ്ക്കായിരുന്നാലും എവിടെയായിരുന്നാലും നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം,
ദൈവം എന്നെ നല്ലതുപോലെ അറിയുന്നു എന്നുള്ളതാണ്. എൻ്റെ ചിന്ത, എൻ്റെ സംസാരം, എൻ്റെ നിരൂപണങ്ങൾ എല്ലാം ദൈവം ഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നമ്മെ തുടർന്ന് മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കുന്നത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ പരിജ്ഞാനം ഇല്ലാത്തവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കാരണം ആ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അവരാകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പരിജ്ഞാനത്തിൽ ആകാത്തത് കൊണ്ടാണ് അവർ പാപങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വീണു പോകുന്നത്. അല്ലെങ്കിൽ അവർ കേൾക്കുന്നുണ്ട്, പക്ഷേ അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നുപോയി അത് അവരുടെ പ്രവൃത്തിയിൽ കാണുവാനായിട്ട് ഇടയായി തീരുന്നില്ല. എന്നാൽ ദാവീദ് ദൈവത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായുള്ള യഥാർത്ഥമായ ബന്ധത്തിൽ ദാവീദായിരിക്കുമ്പോൾ പറയുകയാണ്, ദൈവമേ, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു, എൻ്റെ എല്ലാ നിരൂപണങ്ങളും നീ അറിയുന്നവനാണ്. അതുകൊണ്ട് നിന്നെ അത്രമാത്രം ദൈവമായിട്ടുള്ള ബന്ധമാണ് ദാവീദിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാമും അതുപോലെ ദൈവത്തെ അറിയുന്നവരായി തീരണം. ആ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, അല്ലെങ്കിൽ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ ഹൃദയങ്ങളെ അറിയുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അതിന് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ ദാവീദ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ രണ്ടാമത്തെ കാര്യം നാം കാണുന്നത് ഇപ്രകാരമാണ്: ഗോഡ് ഈസ് വിത്ത് us കോൺസ്റ്റന്റ്ലി, അഥവാ ഗോഡ് ഈസ് വിത്ത് us ഓൾവേസ്. ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട് എന്ന് കാണുന്നു. 7-ാം വാക്യത്തിലേക്ക് 7-8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 7-8: നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. അവിടെ നാം നോക്കുമ്പോൾ ദാവീദ് മനസ്സിലാക്കിയ കാര്യം, എനിക്ക് നിന്റെ സന്നിധി വിട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. കാരണം നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നു. എൻ്റെ ഏത് സാഹചര്യത്തിലും എന്നെ വഴി നടത്തുന്നവനാണ് എൻ്റെ ദൈവം. 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം താൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ദൈവമേ, നീ എന്നോട് കൂടെ എപ്പോഴും ഉണ്ട്. ദൈവത്തിന്റെ ആ ഒംനി പ്രസൻസിനെ ദാവീദ് തിരിച്ചറിയുന്നു. നാമും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നാം ഏത് പ്രതികൂല സാഹചര്യത്തിൽ കടന്നുപോയാലും എന്നെ വഴി നടത്തുവാൻ, എന്നെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം നമ്മുടെ മേലുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദാവീദിന് ആ ഒരു ചിന്ത വളരെ വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ദൈവം എന്നെ വഴി നടത്തുന്നവനാണ്. കാരണം എന്നോട് കൂടെ എപ്പോഴും അവന്റെ സാന്നിധ്യമുണ്ട്. കാരണം അവന്റെ സാന്നിധ്യം വിട്ട് പോകുവാൻ തക്കവണ്ണം എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതാണ് നമുക്ക് ആദാമിനെയും ഹവ്വയെയും കുറിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ യോനെ കുറിച്ച് നോക്കുമ്പോൾ, അവരെല്ലാം കുറിച്ച് നാം വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം, അവരെല്ലാവരും ദൈവസന്നിധി വിട്ടു പോകുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവരാരും വിട്ടുപോകുന്നില്ല. ദൈവം അവരുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ അവർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ ദൈവത്തിന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. നാം അതുപോലെ ദൈവസന്നിധിയില്, ദൈവത്തിന്റെ പ്രസൻസില് നാം ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം എപ്പോഴാണോ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം, എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയുന്ന ഒരു ദൈവമാണ്. എൻ്റെ അന്തരംഗങ്ങളെ, എൻ്റെ നിരൂപണങ്ങളെ, എൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനാണ്. അതുകൊണ്ട് ദൈവം എന്നെ കാണുന്നു, അവൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. രണ്ടാമതായിട്ട്, അവൻ എന്നോട് കൂടെയുണ്ട്, എനിക്ക് അവനെ വിട്ടു മാറുവാനായിട്ട് സാധിക്കില്ല. ദാവീദിന്റെ പേഴ്സണലായിട്ടുള്ള ഒരു ചിന്തയാണ്, ഞാൻ എവിടെ പോയാലും എന്നോട് കൂടെ ഉണ്ട്, എന്നെ വഴി നടത്തുന്നവനാണ് എൻ്റെ ദൈവം എന്നുള്ളത്. മൂന്നാമതായിട്ട് താൻ ചിന്തിക്കുന്ന ഒരു കാര്യം ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ ഒരു കാര്യം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, ഗോഡ് മെയ്ഡ് us വണ്ടർഫുള്ളി. ദൈവം എന്നെ വളരെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. എനിക്കൊരിക്കലും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. കാരണം ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്, എന്നെ ഇത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, ഞാൻ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനാണ്. അത് മാത്രമാണ്, അത് ആ തിരിച്ചറിവാണ് ദാവീദിന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ 14-ാം വാക്യം, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കാരണം എന്നെ ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് ഇടയാക്കി തീർത്തപ്പോൾ എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ,
ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ചില റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹം നാം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് അവന്റെ ക്രിസ്തുവെന്ന തലയോളം നാം വളരുവാൻ വേണ്ടിയിട്ടാണ്. ആ എരിവുള്ളവരായി അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നാം വളർന്നു വരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നാം മനസ്സിലാക്കണം. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കുറിച്ച് അറിഞ്ഞവനായ ഒരു ദൈവം, എന്നെ വളരെ ഭംഗിയായി സൃഷ്ടിച്ചവനായ ഒരു ദൈവം, ആ ദൈവത്തെക്കുറിച്ച് നാം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. കാരണം എന്നെ ഇത്രമാത്രം അത്ഭുതകരമായി സൃഷ്ടിച്ച ദൈവം, അങ്ങനെ സൃഷ്ടിച്ച ദൈവം എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ അറിയുവാൻ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം, ദൈവത്തിലെ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ തക്കവണ്ണം നാം ഇടയായി തീരണം. 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നത്, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര കരമായവ, അവയുടെ ആകത്തുക എത്ര വലിയത്. എന്നെക്കുറിച്ചുള്ള നിന്റെ ചിന്ത എത്രമാത്രം വലിയതാണ്. ആ കാര്യത്തെ നാം മനസ്സിലാക്കണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി നാം തീരണം. 4-ാമത്തെ കാര്യം, അതിൻ്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ദാവീദ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, 4-ാമത്തെ കാര്യം, അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. ഗോഡ് ജഡ്ജസ് റൈച്ചസ്ലി. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. അത് നാം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ, അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ നാം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ, നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ. അതിൻ്റെ 22-ാം വാക്യം, ഞാൻ പൂർണ്ണ ദേശത്തോടെ അവരെ ദേശിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ഇവിടെ ദാവീദ് ഒരിക്കലും അവർക്കെതിരെ പ്രവർത്തിക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സകലം സമർപ്പിക്കുകയാണ്. കാരണം ദൈവമാണ് സകലത്തെയും നീതിയോടെ ന്യായം വിധിക്കുന്നത്. ആ ചിന്തയെ ദാവീദ് ഇവിടെ മനസ്സിലാക്കിയാണ്. അതിന്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് മനസ്സിലാക്കുന്നു, ദൈവമേ നീയാണ് നീതിയോടെ ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് നമ്മെ വിധിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അവൻ നീതിയോടെ മാത്രമാണ് ന്യായം വിധിക്കുന്നത്. അവൻ സകലത്തെയും നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ഇങ്ങനെ ദാവീദിന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ അവനോട് കൂടെ ആയതുകൊണ്ട് എൻ്റെ ദൈവം ആരാകുന്നു എന്നുള്ള വിലയേറിയ കാര്യത്തെ ദാവീദ് തിരിച്ചറിയുന്നു. ഒന്നാമതായിട്ട് എൻ്റെ ദൈവം എന്നെ നന്നായി അറിയുന്നവനാണ്. എൻ്റെ ഹൃദയങ്ങളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ സംസാരങ്ങളെ എല്ലാം അറിയുന്നവനാണ്. രണ്ടാമത്തെ കാര്യം, അവൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ എപ്പോഴും ആയിരിക്കുന്നത്. അവൻ്റെ പ്രസൻസ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. മൂന്നാമത്തെ കാര്യം, എന്നെ ഒരു ഉത്തരവാദിത്തത്തിനായിട്ട് ഈ ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നു. വളരെ അതിശയകരമായി അത്ഭുതകരമായി എന്നെ ഈ ലോകത്തിൽ അവൻ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞാൻ അതിന് സമയം ചെലവഴിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊടുക്കണം. നാലാമത്തെ കാര്യം ഞാൻ ദാവീദ് മനസ്സിലാക്കുന്നു, എൻ്റെ ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. അവൻ ആർക്കും ഒരിക്കലും പാർഷ്യാലിറ്റിയോട് കൂടെ ന്യായം വിധിക്കുന്നവനല്ല, സകലതും നീതിയോടുകൂടെ ന്യായം വിധിക്കുന്നവനായ ഒരു ദൈവമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം തനിക്ക് മനസ്സിലാക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ അത്രയും ഭയങ്കരനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 23-24 വാക്യങ്ങളിലേക്ക് ഒരു പ്രാർത്ഥന പോലെ ദാവീദ് പറയുന്നു, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ ചിന്തകൾ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചിന്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവമേ നീ എൻ്റെ ഹൃദയത്തെ അറിയുന്നു. എന്തെങ്കിലും വ്യസനത്തിനുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അതിനെ എല്ലാം മാറ്റി ശാശ്വതമായ ഒരു മാർഗത്തിൽ എന്നെ നടത്തണമേ. എൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടമില്ലാത്തതായ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ, ഞാൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നുവെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിച്ച് ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. നിന്റെ ജ്ഞാനത്തിൽ, നിന്നെ കുറിച്ചുള്ള അറിവിൽ വളരുവാൻ തക്കവണ്ണം എന്നെ ഇടയാക്കി തീർക്കണമേ. പ്രിയമുള്ളവരെ,
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ വലിയൊരു സത്യം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നാം വളർന്നു വരണം. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ഹൃദയം, അല്ലെങ്കിൽ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും നിന്നെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിനക്ക് ഇഷ്ടമില്ലാത്തതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മെ തന്നെ കുറിച്ചൊന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാചകം ഓർപ്പിക്കുന്നു. നോട്ട് അൺടിൽ വി ടേക്ക് ഗോഡ് സീരിയസ്ലി വിൽ വി എവർ ടേക്ക് സിൻ സീരിയസ്ലി. അദ്ദേഹം പറഞ്ഞത്, ദൈവത്തെ കുറിച്ചുള്ള എത്രമാത്രം നാം ദൈവത്തിന് ഗൗരവമായി കാണുന്നുവോ എങ്കിൽ മാത്രമേ നാം പാപത്തെ ഗൗരവപൂർവ്വം കാണത്തുള്ളൂ. എന്തുകൊണ്ടാണ് നാം പാപത്തെ, അല്ലെങ്കിൽ ലഘുവായ പാപങ്ങളെ പോലും നാം ലഘുവായി കാണുന്നത്? അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള ആ യഥാർത്ഥമായ ജ്ഞാനം നമ്മൾ ഇല്ലാത്തത് കൊണ്ടാണ്. അതാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചു പോയത്. അങ്ങനെ ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തെ, അല്ലെങ്കിൽ അവർ കേട്ടു, പക്ഷെ അവരുടെ ഹൃദയത്തിൽ പരിവർത്തിച്ചില്ല, അത് അവരുടെ പ്രവൃത്തിയിൽ വെളിപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ നാം വളർന്നു വരണം. അവൻ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. എൻ്റെ നിലവുകളെ അറിയുന്നവനാണ്. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാനാണ്. ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്ന ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാം. ദൈവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.